നമസ്കാരം. പ്രധാന വാർത്തകൾ. UDF സർക്കാർ ജീവനക്കാരെ രാഷ്ട്രീയ മനോഭാവത്തോടെ കൈകാര്യം ചെയ്യുകയാണെന്നും ജനത്തോടും ജീവനക്കാരോടും LDF സർക്കാർ രാഷ്ട്രീയ പകപോക്കൽ നടത്തിയിരുന്നില്ലെന്നും CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഭരണത്തിലേറെ 3 മാസം കൊണ്ട് തന്നെ UDF സർക്കാരിന്റെ യഥാർത്ഥ മുഖം ജനം തിരിച്ചറിഞ്ഞെന്നും സുരേഷ് ബാബു. മുഖ്യമന്ത്രി കേരളത്തെ ആകെ വഞ്ചിക്കുകയാണെന്ന് KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S ദിലീപ്. UDF അധികാരത്തിൽ വന്നാൽ ജീവനക്കാർക്കായി വിസ്മയം തീർക്കുമെന്നായിരുന്നു വാഗ്ദാനമെന്നും കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ലെങ്കിലും ഭരണാനുകൂലികൾ മറുപടി പറഞ്ഞാൽ മതിയെന്നും S ദിലീപ്. മലമ്പുഴ ഉദ്യാന നവീകരണം വലിയ വീഴ്ചയുണ്ടായതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പദ്ധതിയിൽ അലംഭാവം തുടർന്നാൽ സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി. മലമ്പുഴ ഉദ്യാനം അടഞ്ഞുകിടന്നതോടെ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായും കേന്ദ്രമന്ത്രി. കുളപ്പള്ളി ഷൊർണൂർ പാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വ്യാപാരികൾ ജനകീയ പ്രതിഷേധത്തിനൊരുങ്ങി. കഴിഞ്ഞ 8 വർഷത്തോളമായി പാതയുടെ തകർച്ച തുടരുന്നു. പാതയുടെ ദുരവസ്ഥ കാരണം വ്യാപാര മേഖലയെയും ഇൻഡസ്ട്രിയൽ മേഖലയെയും ബാധിക്കുന്നുണ്ടെന്ന് വ്യാപാരി നേതാക്കൾ. ഓഗസ്റ്റ് 21 ഷൊർണൂർ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് കുളപ്പള്ളി യൂണിറ്റ് വ്യാപാരികൾ. വിവിധ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേശീയ പ്രക്ഷോഭം. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഷൊർണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തും ശ്രദ്ധ ക്ഷണിക്കൽ ദിനാചരണ പരിപാടി. പ്രക്ഷോഭം സംഘടിപ്പിച്ചത് പെൻഷൻ പരിഷ്കരണം, 8ാം ശമ്പള കമ്മീഷന്റെ പരിഗണന വിഷയങ്ങളിൽ ഉൾപ്പെടുത്തണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച്. നാടെങ്ങും പൂവിളികൾ. മലയാളക്കരയിൽ ഓണാഘോഷ പരിപാടികൾ സജീവമാകുന്നു. തിരുവോണത്തിന് ഇനി 6 നാൾ. ഓണച്ചന്തകളും വിപണിയിൽ ഉടൻ സജീവമാകും. ഇത്തവണയും ഓണാഘോഷം കളറാക്കാൻ സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളും രംഗത്ത്. കുടുംബം സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ലോറിയിടിച്ച വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. വരവൂർ തളി പിലാക്കാട് പാറപ്പുറം തോട്ടുമൂച്ചിക്കൽ വീട്ടിൽ അബ്ദുൾ മുത്തലീബിന്റെ ഭാര്യ 50 വയസ്സുള്ള ഫാത്തിമയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. UDF സർക്കാർ ജീവനക്കാരെ രാഷ്ട്രീയ മനോഭാവത്തോടെ കൈകാര്യം ചെയ്യുകയാണെന്നും ജനത്തോടും ജീവനക്കാരോടും LDF സർക്കാർ രാഷ്ട്രീയ പകപോക്കൽ നടത്തിയിരുന്നില്ലെന്നും CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ഭരണത്തിലേറി 3 മാസം കൊണ്ട് തന്നെ UDF സർക്കാരിന്റെ യഥാർത്ഥ മുഖം ജനം തിരിച്ചറിഞ്ഞെന്നും സുരേഷ് ബാബു പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് ജില്ലാ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ചുമട്ടുതൊഴിലാളി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീണ്ടും അധികാരത്തിൽ വന്ന LDF സർക്കാരിനെതിരെ BJPയുമായി ചേർന്ന് നുണപ്രചരണങ്ങൾ നടത്തുകയും വികസനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഭരണത്തിലേറി 3 മാസം കൊണ്ട് തന്നെ UDF സർക്കാരിന്റെ യഥാർത്ഥ മുഖം ജനം തിരിച്ചറിഞ്ഞു. ജീവനക്കാരെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാമെന്ന ധാരണ സർക്കാർ അനുകൂല സംഘടനകൾക്കോ സർക്കാരിനോ വേണ്ട ന്യായമായും അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചാൽ CITU എന്താണെന്ന് സർക്കാർ തിരിച്ചറിയുമെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. അധികാരത്തിൽ വന്നിട്ടുള്ള UDF സർക്കാർ കൈകൊണ്ടുപോകുന്നു. ഇതിൽ തന്നെ മറ്റൊരു മുദ്രാവാക്യം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടരുത്, സംരക്ഷിക്കുക എന്നുള്ളത്. അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. UDFിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ താൽക്കാലികമായി കഴിഞ്ഞ 10-15 വർഷം ജോലി ചെയ്ത താൽക്കാലിക ജീവനക്കാരെ കൂട്ടത്തോടുകൂടി പിരിച്ചുവിടുക എന്ന സമീപനം എല്ലാ വകുപ്പുകളിലും സ്വീകരിക്കുകയാണ്. അത് ചുമട്ടുതൊഴിലാളി രംഗത്തും അത്തരത്തിലൊരു നിലപാടാണ് കൈക്കൊള്ളുന്നത്. ഇപ്പോൾ നമ്മുടെ ദൈനംദിന വാർത്തകളെല്ലാം കേൾക്കുന്നത് വ്യാപകമായ കൂട്ട സ്ഥലമാറ്റം. അത് വ്യാപകമാണ്. ഒരു മാനദണ്ഡവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി ഓരോ ജീവനക്കാരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു മാനദണ്ഡമുണ്ടാക്കി ഓൺലൈൻ സംവിധാനം വഴിയായിരുന്നു സ്ഥലമാറ്റങ്ങളെല്ലാം നിശ്ചയിച്ചത്. സംസ്ഥാന ക്ഷേമ ബോർഡ് അടിയന്തരമായി പുനഃസംഘടിപ്പിക്കുക, തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അടിയന്തരമായി അനുവദിക്കുക, താൽക്കാലിക ജീവനക്കാരെ സംരക്ഷിക്കുക, ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. CITU ജില്ലാ പ്രസിഡന്റ് P മോഹനൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ ട്രഷറർ B വിജയൻ, CK നാരായണൻ എന്നിവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൂക്കി മുഖ്യമന്ത്രി കേരളത്തെ ആകെ വഞ്ചിക്കുകയാണെന്ന് KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S. ദിലീപ് പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ ജീവനക്കാർക്കായി വിസ്മയം തീർക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ലെങ്കിലും ഭരണാനുകൂലികൾ മറുപടി പറഞ്ഞാൽ മതിയെന്നും ദിലീപ് പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KGOA കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാർ ആരംഭിച്ച ശമ്പള പരിഷ്കരണത്തെ നിർജീവമാക്കിയ സർക്കാർ പെൻഷൻ ഉറപ്പാക്കുന്ന അഡ്വൈസർ അഷർഡ് പെൻഷൻ പദ്ധതിയെയും അട്ടിമറിച്ചു. സിവിൽ സർവീസ് ഇന്ന് ആകെ നടക്കുന്നത് രാഷ്ട്രീയ പകപോക്കലിന്റെ സ്ഥലം മാറ്റമാണ്. അന്യായമായ സ്ഥലം മാറ്റത്തിലൂടെ ജീവനെടുക്കുന്ന സർക്കാരായി UDF സർക്കാർ മാറി. അന്യായമായ സ്ഥലം മാറ്റത്തിനെതിരെയും അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിനെതിരെയും നിരന്തരം സമരത്തിനിറങ്ങേണ്ട ഗതികേടിലാണ് ജീവനക്കാരുള്ളത്. സിവിൽ സർവീസിനെ തകർക്കുകയും സേവന മേഖലകൾ സ്വകാര്യവൽക്കരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നയം തന്നെയാണ് കേരളത്തിലും നടപ്പിലാക്കുന്നത്. സമരചരിത്രപാരമുള്ള ജീവനക്കാരോട് സർക്കാരിന്റെ വെല്ലുവിളി വേണ്ടെന്നും ദിലീപ് പറഞ്ഞു. വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെങ്ങനെയാണ് മനസ്സുകൊണ്ട് ഇവിടെ എത്താൻ ആഗ്രഹിക്കുന്ന നിരവധി ജീവനക്കാരാണ്. പക്ഷേ ആ ജീവനക്കാരെ എന്തുകൊണ്ടാണ് എത്താൻ പറ്റാത്തതെന്നുള്ള കാരണം നമുക്കറിയാം. അത് മനസ്സിലാക്കി തന്നെയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് ഞാനത് പറയാം. അതിനു മുമ്പ് നമ്മുടെ 5 മുദ്രാവാക്യം, 6 മുദ്രാവാക്യങ്ങൾ നമ്മൾ പറഞ്ഞു. ക്ലബ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒറ്റ മുദ്രാവാക്യമാണ്. ജനങ്ങളുടെ ജീവിതത്തിനെയും സർക്കാർ ജീവനക്കാരുടെ ജീവിതത്തെയും ബാധിപ്പിക്കുന്ന വിഷയങ്ങൾ മുൻനിർത്തിയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. ഈ സംഘടന ഈ മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മുന്നിൽ അലകടൽ പോലെ നിന്നുകൊണ്ട് നമുക്കെതിരെയുള്ള വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്. ആ ക്യാമ്പയിനിങ്ങിൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രതിപക്ഷ സംഘടനകളൊക്കെ പറയുന്നത് 10 വർഷം നിങ്ങളുടെ വായിൽ, പിന്നെ മറ്റേ സ്റ്റാർ ഡോട്ട്, പിന്നെ സോഷ്യൽ മീഡിയയിൽ യാതൊരു നിയന്ത്രണം എന്തും പറയാമല്ലോ. രാവിലെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിരവധി അല്ലേ, എത്ര പേർക്ക് മരിച്ച് മണ്ണടിഞ്ഞ് പോയ അച്ഛൻ എഴുന്നേറ്റെന്ന് പറയുന്നത് നിർത്തിക്കൂടാതെ അതിലേക്ക് ഈ പോസ്റ്റ് ഇടയ്ക്ക് കൊണ്ട് ചോദിക്കുന്ന രീതിയിലേക്കാണ് കമൻറ്റുകൾ വരുന്നത്. നമുക്ക് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ്. 10 വർഷക്കാലം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 വർഷക്കാലം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുന്ന സംഘടനയാണ് FST പ്രസ്ഥാനങ്ങളും KGO അടക്കമുള്ള കാലം. ഈ 10ൽ 5 കുറയ്ക്കുന്ന കാര്യം ഒരു പറയത്തില്ല കേട്ടോ, ചേർത്താ പറയുന്നത്. കാരണം ഭരണം എല്ലാം നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് 5 വർഷമേ ഉള്ളൂ ഒരു ഭരണകാലാവധി. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ടിങ്കിൾ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി R. സാജൻ, K. മഹേഷ്, A. ഉല്ലാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം യൂണിറ്റിന്റെ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന മരണാനന്തര അവയവദാനവും ബോധവൽക്കരണവും മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന മാതൃകയാണെന്ന് അഡ്വക്കേറ്റ് K. പ്രേംകുമാർ MLA പറഞ്ഞു. ഒറ്റപ്പാലം ഹൗസിംഗ് സൊസൈറ്റി ഹാളിൽ വെച്ച് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം യൂണിറ്റ് സംഘടിപ്പിച്ച മരണാനന്തര അവയവദാന പ്രഖ്യാപന പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന ആളുകൾക്ക് അവയവദാന സമ്മതപത്രവും ആ സമ്മതപത്രം സംക്ഷിപ്തമാക്കി രൂപപ്പെടുത്തിയ ഒരു മൊമെന്റോയും അവർക്ക് നൽകിയത് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. 15 വർഷത്തിനിപ്പുറം അവയവദാനത്തിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്ത് ഏറെ ശ്രദ്ധേയമാകുന്ന നിലയിൽ ലോയേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ 100ഓളം വരുന്ന അഭിഭാഷകരുടെ സമ്മതപത്രം അതിൽ ഏറ്റുവാങ്ങാനായി എന്നത് ലോയേഴ്സ് യൂണിയൻ മുൻകൈയിൽ നടക്കുന്ന ഈ പ്രവർത്തനത്തിന് ലഭിക്കുന്ന അംഗീകാരവും സ്വീകാര്യതയുമാണ് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. സമ്മതപത്രം ആദ്യമായി ഒപ്പിട്ട് നൽകുന്നതിന് സന്നദ്ധനായത് പ്രിയപ്പെട്ട ഒറ്റപ്പാലം ബാറിലെ സീനിയർ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള സന്തോഷ് വക്കീലാണ് ആദ്യമായി സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്തത് എന്നതും എന്നോട് ഭാരവാഹികൾ സൂചിപ്പിക്കുകയുണ്ടായി. മരണശേഷം അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ തന്റെ അവയവങ്ങൾ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായി നൽകുന്ന ഉത്തമമായ മാനുഷിക പ്രവൃത്തിയാണ് അവയവദാനം. ഒരു ദാതാവിന് 8 പേർക്ക് വരെ പുതിയ ജീവിതം നൽകാൻ സാധിക്കും. ഇന്ത്യയിലെ സംഘടിത അഭിഭാഷക പ്രസ്ഥാനമായ ലോയേഴ്സ് യൂണിയൻ യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത മഹത്തായ പ്രവർത്തനത്തിന് ഒറ്റപ്പാലത്തെ അഭിഭാഷകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ഉണ്ടായത്. 110 അഭിഭാഷകർ സന്നദ്ധരായി മുന്നോട്ട് വന്നു. അവരിൽ സോട്ടോ വഴി ആധാർ വെരിഫിക്കേഷനും രജിസ്ട്രേഷനും പൂർത്തിയാക്കിയ 28 പേരുടെ സമ്മതപത്രങ്ങളാണ് ചടങ്ങിൽ വെച്ച് കൈമാറിയത്. ലോയേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ആദ്യ അവയവദാന സമ്മതപത്രം ഒറ്റപ്പാലത്തെ സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് KR സന്തോഷ് കുമാറിന് നൽകിയാണ് MLA ഉദ്ഘാടനം നിർവഹിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് വിനോദ് കായനാട്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആയ അഡ്വക്കേറ്റ് P. വിജയൻ, അഡ്വക്കേറ്റ് PM ജയ, അഡ്വക്കേറ്റ് P. മുരളീധരൻ, അഡ്വക്കേറ്റ് K. ഹരി എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് N. രാകേഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
മലമ്പുഴ ഉദ്യാന നവീകരണം വലിയ വീഴ്ചയുണ്ടായതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പദ്ധതിയിൽ അലംഭാവം തുടർന്നാൽ സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മലമ്പുഴ ഉദ്യാനം അടഞ്ഞുകിടക്കുന്നതിനാൽ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മലമ്പുഴയിലെ നവീകരണ പ്രവൃത്തികൾ നിശ്ചലമായ സാഹചര്യത്തിൽ ഉദ്യാനം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നവീകരണ പ്രവൃത്തി നടക്കുന്ന മലമ്പുഴ ഉദ്യാനത്തിൽ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 3.75% നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇതുവരെ നടന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ നേരിൽ കണ്ടാണ് 75 കോടിയിലേറെ രൂപ അനുവദിച്ചത്. എന്നാൽ ഒരു വർഷക്കാലമായിട്ടും നവീകരണം പൂർത്തിയാക്കിയിട്ടില്ല. വലിയ കാലതാമസമാണ് ഉണ്ടായിരിക്കുന്നത്. ഉദ്യോഗസ്ഥരും കരാറുകാരും ഉൾപ്പെടെ പലരും ഉത്തരവാദിയാണ്. ഇവർക്കെതിരെ കർശന നടപടി വേണമെന്നും പ്രവൃത്തികൾ ഡിസംബർ 31-നകം നവീകരണം പൂർത്തിയാക്കാം എന്ന കരാറുകാരും ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിരുന്നത്. നവീകരണ പ്രവർത്തികൾ ഇനി എല്ലാ മാസവും വിലയിരുത്തും. ഇതിനായി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുജനങ്ങളുടെയും ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഒരു വർഷത്തോളമായി മലമ്പുഴ ഉദ്യാനം അടഞ്ഞെടുക്കുന്നതിലൂടെ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നികുതി ചോർച്ചയാണ് ഉണ്ടായത്. വിനോദസഞ്ചാരികളെ ആശ്രയിച്ചു കഴിയുന്ന വ്യാപാരികൾ, ടാക്സി ജീവനക്കാർ, ഹോട്ടൽ നടത്തിപ്പുകാർ, പൊതുഗതാഗത മേഖലയിലുള്ളവർ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പേർ ദുരിതത്തിലായി. നവീകരണ പ്രവർത്തികൾ നിശ്ചലമായതിനെതിരെ മലമ്പുഴയിലെ പൗരസമൂഹം, രാഷ്ട്രീയ പാർട്ടികളും പ്രത്യക്ഷ സമരത്തിനിറങ്ങിയ വേളയിലാണ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ, ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എന്നിവരും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പമുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ വർഷം മാർച്ചിൽ 25-ാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ. ഇതിൻ്റെ അപ്രൂവലായതാണ്. അതിനുശേഷം സമയം ക്രമാതീതമായി പാഴാക്കിയിരിക്കുകയല്ല, നശിപ്പിച്ചിരിക്കുകയാണ്. അല്ല അതിനെ സംബന്ധിച്ച് അവർക്ക് വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ ചെയ്യാവുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിനി മുമ്പോട്ട് കൊണ്ടുപോകണ്ട എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം. പക്ഷേ ജനങ്ങളോട് ആ നിഷേധം നമുക്ക് പറ്റത്തില്ല. പിന്നെ മലമ്പുഴ ഡാമിന് ഇടുക്കിയേക്കാൾ ഒരു മഹത്വം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. അല്ല, ഇടുക്കിക്ക് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. മലമ്പുഴ ഡാമെന്ന് പറയുന്നത് ഒരു ഫുട്ഫോളിൻ്റെ കാര്യമൊക്കെ എടുത്തു നോക്കിയാൽ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഇത് കേരളത്തിൻ്റെ ടൂറിസം ഡെസ്റ്റിനേഷൻസിൽ ഒരു പ്രധാനപ്പെട്ട വാട്ടർ ബോഡി ടൂറിസത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതിനൊരു മര്യാദ നൽകണം. കാനായി കുഞ്ഞിരാമൻ സാറിൻ്റെ ഒരു ശില എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ, അല്ലെങ്കിൽ കേരളം വഴി മറ്റുള്ളവർക്കൊരു ശിലയുടെ പ്രാധാന്യം എന്താണെന്ന്, അങ്ങനെ ഒരു കൃതിയും ഈ പരിസരത്താണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് മുഴുവൻ മര്യാദ നൽകിക്കൊണ്ടൊരു മലയാളി എന്ന നിലയ്ക്ക് കിട്ടിയ ഒരു അവസരം ഉപയോഗിച്ചതാണ് അത്. പക്ഷേ ഇന്നത്തെ കണ്ടീഷൻ നിങ്ങളെക്കാൾ വലിയ ഡെസ്പയറിലാണ് ഞാൻ. ആ ഒരു ഡെസ്പയറും എൻ്റെ പ്രതിഷേധവും ശക്തമായി തന്നെ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പള്ളി ഷൊർണൂർ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനകീയ പ്രതിഷേധത്തിനൊരുങ്ങി. കഴിഞ്ഞ 8 വർഷമായി പാത തകർച്ചയിലായിട്ട്. റോഡിന്റെ ദുരവസ്ഥ കാരണം വ്യാപാര മേഖലയെയും ഇൻഡസ്ട്രിയൽ മേഖലയെയും ബാധിക്കുന്നുണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു. വെള്ളിയാഴ്ച PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും വ്യാപാരികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 8 വർഷത്തോളമായി റോഡിന്റെ അവസ്ഥയിൽ കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ലെന്നും നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ശാശ്വത പരിഹാരം ഉണ്ടായില്ലെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളപ്പള്ളി യൂണിറ്റ് ഭാരവാഹികൾ പറയുന്നു. റോഡിന്റെ തകർച്ച മൂലം വാഹന ഗതാഗതം മന്ദഗതിയിലാകുന്നതും ഗതാഗത കുരുക്ക് വർദ്ധിക്കുന്നതും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും അപകട സാധ്യത വർദ്ധിക്കുന്നതും പതിവായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രക്കാർ വലിയ അപകട സാധ്യതയാണ് നേരിടുന്നത്. റോഡിന്റെ ദുരവസ്ഥ വ്യാപാര മേഖലയെയും കുളപ്പള്ളി ഇൻഡസ്ട്രിയൽ മേഖലയെയും ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. ഉപഭോക്താക്കൾക്ക് വ്യാപാര സ്ഥാപനങ്ങളിലെത്താൻ ബുദ്ധിമുട്ട് നേരിടുന്നതോടൊപ്പം ചരക്ക് വാഹനങ്ങളുടെ ഗതാഗതവും തടസ്സപ്പെടുന്നു. വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി ചെലവും വർദ്ധിച്ചു വരികയാണ്. ക്വാറി വേസ്റ്റ് ഉപയോഗിച്ചുള്ള താൽക്കാലിക പരിഹാരവും പൊടിശല്യവും നേരിടുന്നു. റോഡിലെ കുഴികൾ താൽക്കാലികമായി അടയ്ക്കുന്നതിനായി ക്വാറി വേസ്റ്റ് ഉപയോഗിക്കുന്നത് മൂലം വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ വലിയ തോതിൽ പൊടി ഉയരുന്നതായും ഇത് റോഡിന്റെ ഇരുവശങ്ങളുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, ഭക്ഷണശാലകൾ, മറ്റു സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും വ്യാപാരികൾ പറയുന്നു. കടകളിലെ സാധനങ്ങളിലും ഹോട്ടലുകളിലെ ഭക്ഷണശാലകളിലും പൊടി അടിഞ്ഞുകൂടുന്നത് ശുചിത്വ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വ്യാപാരികൾക്കും ജീവനക്കാർക്കും ഉപഭോക്താക്കൾക്കും സമീപവാസികൾക്കും പൊടിശല്യം വലിയ
അസൗകര്യമാണ് ഉണ്ടാക്കുന്നത്. താൽക്കാലികമായി കുഴി അടയ്ക്കുന്നതിന് പകരം റോഡ് ശാസ്ത്രീയമായി പുനർനിർമ്മിച്ച് ശാശ്വത പരിഹാരം കാണണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രധാന ആവശ്യം. നിലവിൽ പാതയുടെ ശോചനാവസ്ഥയ്ക്കെതിരെ ജനകീയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച രാവിലെ 9:30 ഷൊർണൂരിലെ PWD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. കുളപ്പള്ളി, ഷൊർണൂർ, സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യാപാരികൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, ബസ് ഉടമകളും തൊഴിലാളികളും, വ്യവസായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ തുടങ്ങി മുഴുവൻ വിഭാഗങ്ങളുടെയും പങ്കാളിത്തത്തോടെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്നും KVS കുളപ്പള്ളി യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു. കുളപ്പള്ളി ഷൊർണൂർ റോഡിൻ്റെ ശോചനീയ അവസ്ഥയ്ക്കെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളപ്പള്ളി യൂണിറ്റും ഷൊർണൂർ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഓട്ടോ ടാക്സി, അതുപോലെ റെസിഡൻസ് അസോസിയേഷനുകൾ, ബസ് ഓണേഴ്സ് ഇവരെല്ലാം ഈ മാർച്ചിന് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 21 വെള്ളിയാഴ്ച കാലത്ത് 9:30 ഗവൺമെൻറ് ബസ്സിന് മുൻവശത്തു നിന്നാണ് മാർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരെ PWD ഓഫീസിൽ എല്ലാവരും എത്തി നേതാക്കന്മാർ മാത്രം അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അവർക്ക് ഒരു മെമ്മറാണ്ടം കൊടുക്കലാണ് ഞങ്ങളുടെ ഈ ഒരു ദിവസം ചെയ്യുന്നത്. അതുപോലെ ഞങ്ങളുടെ ആവശ്യങ്ങൾ, അതായത് കഴിഞ്ഞ 8 വർഷമായി ഈ അവസ്ഥ തുടരാൻ തുടങ്ങിയിട്ട്, പിന്നെ നിരവധി തവണ നമ്മൾ ഈ ആവശ്യം പറഞ്ഞിട്ടും അധികാരികൾ ഇതുവരെ അത് കാര്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. പിന്നെ താൽക്കാലികമായിട്ടുള്ള കുഴിയടക്കലാണ് ഇതുവരെ നടന്നു വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു അപകടം ബൈക്ക് യാത്രക്കാർക്ക് തീരെ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ആ വശത്തുള്ള കടകൾ മുഴുവനും പൊടി നിറഞ്ഞിട്ട് അവിടെ കച്ചവടത്തിന് പറ്റാത്തൊരവസ്ഥയാണ്. കസ്റ്റമറൊന്നും കയറുന്നേ ഇല്ല. ആ ദുരവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം വേണം. അതുപോലെ ഒരു ആംബുലൻസ് ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഒക്കെ അതുകൂടെ പോകാമെന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഷൊർണൂർ മേഖലയിൽ നിന്നുള്ള, അതായത് ഷൊർണൂരിൽ നിന്ന് വരുന്ന കച്ചവടത്തിനായിട്ട് വരുന്ന ആളുകളൊന്നും കുളപ്പള്ളി ടച്ച് ചെയ്യാതെ കുളപ്പള്ളി ടൗണിലെ ബിസിനസ് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഈ പരുത്തിപ്പുറ വഴി അങ്ങനെ ഷൊർണൂർക്ക് പോകുന്നു, അതുപോലെ ആറാണി ഭാഗത്തു നിന്ന് നേരെ തിരിഞ്ഞ് അങ്ങനെ ഷൊർണൂർക്ക് പോകുന്നു. കുളപ്പള്ളിക്ക് വരാൻ ആരും ഈ ഒരു റോഡിൻ്റെ ശോചനീയ അവസ്ഥ കാരണം ആരും തയ്യാറാവുന്നില്ല. ജനങ്ങളുടെ യാത്രാ സുരക്ഷയും വ്യാപാര വ്യവസായ മേഖലകളുടെ സുഗമമായ പ്രവർത്തനവും ഉറപ്പാക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് CP ജയൻ, ജനറൽ സെക്രട്ടറി PP ഉമ്മർ, ഷൊർണൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറിമാരായ സുദേശ്, അരുൺ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിവിധ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഷൊർണൂരിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ഷൊർണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന ശ്രദ്ധ ക്ഷണിക്കൽ ദിനം DREU കേന്ദ്ര വൈസ് പ്രസിഡന്റ് RG പിള്ള ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി നിയമിച്ചിട്ടുള്ള 8ാം ശമ്പള കമ്മീഷന്റെ പരിഗണനാ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പെൻഷൻകാരെയും ഉൾപ്പെടുത്തുക, പാർലമെന്റിൽ പാസാക്കിയെടുത്ത പെൻഷൻ സാധൂകരണ ബിൽ പിൻവലിക്കുക, BSNL MTNL പെൻഷൻ പരിഷ്കരണം 1/1/2017 മുതൽക്കുള്ള പെൻഷൻ പരിഷ്കരണം പ്രാബല്യത്തിൽ വരുത്തുക, വിരമിച്ച ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഷൊർണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലും അസോസിയേഷൻ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ശ്രദ്ധ ക്ഷണിക്കൽ ദിനാചരണമായാണ് സംഘടിപ്പിച്ചത്. DREU കേന്ദ്ര വൈസ് പ്രസിഡന്റ് RG പിള്ള ഉദ്ഘാടനം ചെയ്തു. പോരാട്ടമാണ് ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. ഇപ്പോഴെന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞത് നോ പെൻഷൻ എന്നുള്ളത് അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഒരു ഗവൺമെന്റും ചെയ്യാൻ തയ്യാറാകാത്ത, ഒരു സാമൂഹ്യ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകരും അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഈ പെൻഷൻ വാലിഡേഷൻ നിയമം പാർലമെന്റിൽ ചർച്ച കൂടാതെ
അതേസമയം ട്രേഡ് യൂണിയനുകളുടെ അഭിപ്രായം ആരായാതെ ആരുമായി ഒരു ചർച്ച നടത്താതെ ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന പെൻഷനർമാരുടെ വയറ്റത്തടിക്കുക, അവരുടെ അവകാശങ്ങൾ പാടെ നിഷേധിക്കുക, പെൻഷൻ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള അങ്ങേയറ്റത്തെ കൊടുക്രൂരതയാണ് ആ 2025 ഫെബ്രുവരിയിൽ പെൻഷൻ വയലേഷൻ. SCFWA ഷൊർണൂർ മേഖലാ ട്രഷറർ N. ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു. K. ചന്ദ്രൻ, TR സന്തോഷ് കുമാർ, NR സതീന്ദ്രൻ, KK കേശവൻ, കോര P. കുര്യൻ, TR സന്തോഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പൂവിളികളുമായി മലയാളക്കരയിൽ ഓണാഘോഷമെത്തി. ഇതോടെ നാടെങ്ങും മലയാളികളുടെ ഓണാഘോഷ പരിപാടികളും സജീവമാകുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഓണാഘോഷം കെങ്കേമമാക്കി നിരവധി ജീവനക്കാരുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. യാത്രക്കാരുടെയും മറ്റുള്ളവരുടെയും ശ്രദ്ധയ്ക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ഈ കാണുന്ന തിരക്ക് മറ്റൊന്നുമല്ല, ജീവനക്കാരുടെ ഓണാഘോഷ പരിപാടിയുടെ തിരക്കാണിത്. മാവേലിയും പുലിയും പൂവിളിയും വാദ്യങ്ങളുമൊക്കെയായി രാവിലെ മുതൽക്ക് ഓണാഘോഷ തിമിർപ്പിലായിരുന്നു റെയിൽവേ സ്റ്റേഷൻ അങ്കണം. ഇത്തവണയും വിപുലമായ രീതിയിലാണ് ആഘോഷ പരിപാടികൾ നടപ്പിലാക്കിയത്. രാവിലെ 1-ാം പ്ലാറ്റ്ഫോമിൽ പൂക്കള മത്സരത്തോടു കൂടിയായിരുന്നു ആഘോഷ പരിപാടികൾക്ക് തുടക്കം. ഓപ്പറേറ്റിംഗ്, കമേഴ്ഷ്യൽ, RPF, ഇലക്ട്രിക്കൽ, മെഡിക്കൽ, ടെലികോം, സിഗ്നൽ തുടങ്ങി 11 വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഓണാഘോഷ പരിപാടികൾ ഒരുക്കിയത്. വിപുലമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. തീർന്നില്ല മത്സരാഘോഷങ്ങൾ. ബലൂൺ ബ്രേക്കിംഗ്, വടംവലി, ബ്രിക്സ് ലിഫ്റ്റിംഗ്, ലെമൺ റൈസ്, മ്യൂസിക്കൽ ചെയർ തുടങ്ങിയ പരിപാടികളും ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു. റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാരും ജീവനക്കാരുടെ ഓണാഘോഷ പരിപാടികൾ ആസ്വദിച്ചാണ് മടങ്ങിയത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. കുടുംബം സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ലോറി ഇടിച്ച വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ഒപ്പം സഞ്ചരിച്ചിരുന്ന ഭർത്താവ് അബ്ദുൾ മുത്തലീബ്, മകൾ നസ്മിയ എന്നിവർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വരവൂർ തളി പിലാക്കാട് പാറപ്പുറം തോട്ടുമുച്ചിക്കൽ വീട്ടിൽ അബ്ദുൾ മുത്തലീബിന്റെ ഭാര്യ 50 വയസ്സുള്ള ഫാത്തിമയാണ് മരിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പറളി പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഭാരതീയ ജനതാ പാർട്ടി ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഈ പഞ്ചായത്തിൽ നിന്നും വ്യക്തിപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ഈ സമരം. പറളി പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ഈ കാലം അത്രയും ഭരണ സമിതിയിൽ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചിട്ടും ഒറ്റ പാർട്ടി അധികാരത്തിലിരുന്നിട്ടും ഒരു റോഡും നല്ല രീതിയിലുള്ള റോഡില്ല എന്ന യാഥാർത്ഥ്യം, അതുമൂലം ഉണ്ടാവുന്ന ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്തിലെ അധികൃതർ ഉറക്കം നടിക്കുകയാണ്. പഞ്ചായത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക, പ്രധാനമന്ത്രി ജൽജീവൻ പദ്ധതി പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പറളി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പറളി ഏരിയ പ്രസിഡന്റ് ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഉപാധ്യക്ഷ ബിന്ദു രാജഗോപാൽ, തേനൂർ മേഖലാ പ്രസിഡന്റ് രാജേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS അജിത്, കോങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ഭാസ്കരൻ, പഞ്ചായത്ത് മെമ്പർ എന്നിവർ സംസാരിച്ചു. പറളി ഏരിയ ജനറൽ സെക്രട്ടറി മഹേഷ് മനക്കമ്പാട് സ്വാഗതവും തേനൂർ മേഖലാ ജനറൽ സെക്രട്ടറി സജീവ് നന്ദിയും പറഞ്ഞു. BJP പറളി പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയത്.
വാടാനംകുറിശി ഭൂതത്താൻകാവ് പരിസരത്തെ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ബുധനാഴ്ച നടന്നു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഓണവിപണിയെ ലക്ഷ്യമാക്കിയാണ് വാടാനംകുറിശി സ്വദേശിനിയും കർഷകയും കുടുംബശ്രീ പ്രവർത്തകയുമായ സൈനബ ചെണ്ടുമല്ലി കൃഷി നടപ്പിലാക്കിയത്. കുടുംബശ്രീക്ക് കീഴിലെ അഗ്രോ സംഘകൃഷിയുടെ നേതൃത്വത്തിൽ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ സഹകരണത്തോടുകൂടിയാണ് കർഷക ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. വാടാനംകുറിശി ഭൂതത്താൻകാവ് പരിസരത്ത് 1.5 ഏക്കർ സ്ഥലത്താണ് കൃഷി നടപ്പിലാക്കിയത്. ബുധനാഴ്ച രാവിലെ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയൻ നിർവഹിച്ചു. പൂവിടാനടക്കം തമിഴ്നാടിനെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. എന്നാൽ ഇപ്പോൾ സമീപകാലങ്ങളിൽ അതിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഏറ്റെടുത്ത് അവർക്കൊക്കെ തന്നെ ചെണ്ടുമല്ലി തൈ സൗജന്യമായി ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ നൽകിക്കൊണ്ട് കുടുംബശ്രീയുടെ ജയ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നടപ്പിലാക്കി വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു കുടുംബശ്രീ അംഗമാണ് ശ്രീമതി സൈനബാത്ത. ഇത് മാത്രമല്ല, സൈനബാത്ത ഒരു കുടുംബശ്രീ അംഗം 44 ഏക്കർ സ്ഥലം കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ നാണ്യവിളകളും തുടങ്ങിയ എല്ലാ വിളകളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകയാണ് സൈനബാത്ത. CDS വൈസ് ചെയർപേഴ്സൺ പ്രസന്നയ്ക്ക് നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയൻ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത് അധ്യക്ഷയായിരുന്നു. മെമ്പർ ജുനൈദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സൈനബ, സോജ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ പ്രവർത്തകർ, പ്രദേശവാസികൾ തുടങ്ങിയവരും സംബന്ധിച്ചു. 2 തരം നിറത്തിലുള്ള ചെണ്ടുമല്ലികളാണ് കർഷക കൃഷി ഇറക്കിയത്. 9 വർഷമായി നെൽകൃഷി ചെയ്തു വന്നിരുന്ന കർഷക ഇത് ആദ്യമായാണ് ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. ഇതോടൊപ്പം അല്പം പച്ചക്കറിയുമുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ആലത്തൂർ പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ഓണച്ചന്ത പെരിങ്ങോട്ടുകുറിശ്ശിയിൽ പ്രവർത്തനം തുടങ്ങി. ഓണച്ചന്ത പി സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് വി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്ത് പ്രസിഡന്റ് AP പ്രമോദ്, മുൻ കുഴൽമന്ദം ബ്ലോക്ക് മുൻ വൈസ് പ്രസിഡന്റ് A അനിതാനന്ദൻ, ബാങ്ക് ഡയറക്ടർ സതീഷ് കുമാർ, ബാങ്ക് സെക്രട്ടറി ജ്യോതി, അസിസ്റ്റന്റ് സെക്രട്ടറി ഇന്ദുലേഖ എന്നിവർ സംസാരിച്ചു. മണ്ണൂർ നഗരിപ്പുറം സഹകരണ ബാങ്കിന്റെ ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ ഒരു ഓണച്ചന്ത നടത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ പോലും എന്തായാലും നഗരിപ്പുറം ബാങ്ക് ഇത് ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞാൽ ഇതിന്റെ ഭരണസമിതിയെ നമ്മൾ ഗ്രാമപഞ്ചായത്ത് അതിയായ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചെടുക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിയ ഭരണസമിതിയെയും അതോടൊപ്പം തന്നെ ഈ പരിപാടി ഈ ഓണച്ചന്ത ബാങ്ക് പ്രസിഡന്റ് PK ഉണ്ണീഷൻ അധ്യക്ഷത വഹിച്ചു. കേരള ബാങ്ക് ഡയറക്ടർ OV സ്വാമിനാഥൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. SJN നജീബ് സ്വാഗതവും AVM റസാഖ് നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി, P പ്രമോദ്, അരവിന്ദാക്ഷൻ, സരിത, ശശിധര പണിക്കർ, MC വാസു മാസ്റ്റർ, പ്രഭാകരൻ, സ്മിത, M സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. അരിയടക്കം 15 ഐറ്റങ്ങളാണ് വിതരണം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിലുള്ള ചെറുകിട ജലസേചന ഉപവിഭാഗം ഓഫീസിൽ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. രാവിലെ ജീവനക്കാർ വിപുലമായ പൂക്കളം തീർത്തു. തുടർന്ന് ഓണസദ്യയും ഉണ്ടായിരുന്നു. തുടർന്ന് കസേരക്കളി, സ്പൂൺ റൈസ് തുടങ്ങിയ വിവിധ ആഘോഷ പരിപാടികളും ഒരുക്കിയിരുന്നു. കുത്തന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 5ാമത് ആണ്ടിയേട്ടൻ അനുസ്മരണം സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് തോലനൂർ PV ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. തരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P ബാലൻ, കുത്തന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന കാസിം, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി T രാജൻ, കുത്തന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് V വിശ്വനാഥൻ, കുത്തന്നൂർ ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് A കൃഷ്ണൻ, കുത്തന്നൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ കീഴിലുള്ള സായം പ്രഭ ഹോമിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഷക്കീല, ഗംഗാധരൻ, M രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണസദ്യയും ഓണാഘോഷ പരിപാടികളും ഉണ്ടായിരുന്നു. പാലക്കാട് ഫാർമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് വിപണന കേന്ദ്രം മങ്കരയിൽ ആരംഭിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള FPOയുടെ കീഴിലുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഭരണ കേന്ദ്രം മങ്കരയിൽ തുടക്കം കുറിച്ചത്. നമ്മൾ കുറച്ച് അതിനനുസരിച്ചുള്ള വില ക്രോഡീകരിച്ചുകൊണ്ട് ഏകീകൃതമായിട്ട്, അതായത് ഏകീകരണം വെച്ചുകൊണ്ട് വില കൊടുക്കുമ്പോൾ മറ്റുള്ള
കച്ചവട കേന്ദ്രങ്ങളിലേക്ക്, അതായത് കച്ചവട സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുന്ന സ്ഥിതി വരുമ്പോഴാണ് ഇത് മെല്ലെ മെല്ലെ ഇല്ലാതാവുന്നത്. അതില്ലാതിരിക്കാൻ ശ്രമിക്കാമെന്നാണ് ഇവിടെ ശശി പറഞ്ഞത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ ഒരാൾ മാത്രം ശ്രമിച്ചാൽ പോരാ. നമ്മൾ ഈ കർഷകരെ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി ഇതിന്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് ഇത് നല്ല രീതിയിൽ നടന്നു പോകണം എന്ന് ഒരു ആഗ്രഹവും ഒരു താല്പര്യവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സംരംഭം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഇതിന് ഷെയർ ഹോൾഡേഴ്സ് എന്ന രീതിയിൽ ഒരു ചെറിയ പൈസ നമ്മൾ സ്വരുക്കൂട്ടി വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ആ ഷെയർ ഹോൾഡേഴ്സ് എന്തായാലും നിന്ന് പോകും. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോടെയാണ് വിപണന സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് സംഭരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഷാജീവ് ആദ്യ വിൽപ്പനയും നടത്തി. തുടർന്ന് മങ്കര പ്രിയദർശിനി ഹാളിൽ നടന്ന കർഷക യോഗത്തിൽ ഷെയർ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ മുകുന്ദകുമാർ, KB സുധീർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S ജിൻസി, ബ്ലോക്ക് അംഗം മുകുന്ദനുണ്ണി, പഞ്ചായത്ത് അംഗങ്ങളായ ശാലിനി, ആസിയ ഹമീദ്, KV രാധാകൃഷ്ണൻ, ശ്രീജിത, സുനിത, കൃഷ്ണദാസ്, ഉമാദേവി, ശ്രീലക്ഷ്മി, സൈബുന്നിസ എന്നിവർ സംസാരിച്ചു. FPO പ്രസിഡന്റ് ER ശശി സ്വാഗതവും CB ഉദയപ്രകാശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റുലി. മലയാളികളുടെ പൊന്നോണം തിരുമുറ്റത്ത് എത്തി നിൽക്കെ ആവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു. വിപണിയിൽ വില നിയന്ത്രിക്കാനും സാധനങ്ങൾ ലഭ്യമാക്കാനും കഴിഞ്ഞ LDF ഗവൺമെന്റിനെ അപേക്ഷിച്ച് UDF സർക്കാർ പരാജയമാണെന്ന് ആക്ഷേപമുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യമെന്ത്? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. ഓണത്തിനൊക്കെ അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. മാവേലി സ്റ്റോറുകളിൽ വേണ്ട സാമഗ്രികൾ കൊണ്ടുവരിക, പല വ്യഞ്ജനങ്ങൾ കൊണ്ടുവരുന്നതും, അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന വിഷയങ്ങളിലൊക്കെ വളരെ ജാഗ്രതയാണ്. 2 വർഷം അതിലൊക്കെ വളരെ മുന്നിലാണ്. പല കുറവുകളുണ്ടെങ്കിലും ഈ വിഷയത്തിൽ മുന്നിലാണ്. പക്ഷേ UDF സർക്കാരിന് അതിന് വേണ്ട രീതിയിലായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഓണത്തിന് നമ്മുടെ പല വ്യഞ്ജനങ്ങളുടെ വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ വില നിയന്ത്രിക്കുന്നതിൽ വേണ്ടത് പോരാന്നുള്ളതാണ്. UDF സർക്കാർ അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതവർ ചെയ്യേണ്ടതാണ്. കാരണം അവർ ഭരണത്തിൽ കയറിയത് കുറച്ചേ ആയിട്ടുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ കുറവുകളായിരിക്കാം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓണക്കാലത്ത് കേരള ജനതയെ പട്ടിണിയിലാക്കിയെന്ന് പറയുന്നില്ല, ഏകദേശം അരപ്പട്ടിയിലായിരുന്നു കേരള ജനത മൊത്തത്തിൽ. എന്നാൽ ഇപ്പോഴത്തെ UDF സർക്കാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ അവരുടെ നേതൃത്വത്തിൽ എല്ലാ വിപണി സജീവമാണ്. സിവിൽ സപ്ലൈസിൻ്റെ ഇഷ്ടം പോലെ സാധനങ്ങളാണ്. സബ്സിഡി നിരക്കിൽ ഒരുപാട് സാധനങ്ങൾ ജനങ്ങൾക്ക് യഥേഷ്ടം വാങ്ങാനുള്ള സൗകര്യം UDF ഗവൺമെൻറ് നടപ്പിലാക്കി കഴിഞ്ഞു. അതുമാത്രമല്ല, നാളിതുവരെ കാണാത്ത തരത്തിലുള്ള ക്ഷേമ പെൻഷൻ, മറ്റ് പെൻഷനുകളെല്ലാം തന്നെ ഈ ആഴ്ച തന്നെ വിതരണം ചെയ്യാനുള്ള നടപടി UDF ഗവൺമെൻറ് സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളിതുവരെ കാണാത്ത നല്ലോണമാണ്, പൊന്നോണമാണ്. UDF ഗവൺമെൻറ്റിനും VD സതീശൻ മുഖ്യമന്ത്രി അവർക്കും ഈ കേരള ജനത ഒന്നടങ്കം നന്ദി അറിയിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF സർക്കാർ ജീവനക്കാരെ രാഷ്ട്രീയ മനോഭാവത്തോടെ കൈകാര്യം ചെയ്യുകയാണെന്നും ജനത്തോടും ജീവനക്കാരോടും LDF സർക്കാർ രാഷ്ട്രീയ പകപോക്കൽ നടത്തിയിരുന്നില്ലെന്നും CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഭരണത്തിലേറെ 3 മാസം കൊണ്ട് തന്നെ UDF സർക്കാരിന്റെ യഥാർത്ഥ മുഖം ജനം തിരിച്ചറിഞ്ഞെന്നും സുരേഷ് ബാബു. പൂക്കി മുഖ്യമന്ത്രി കേരളത്തെ ആകെ വഞ്ചിക്കുകയാണെന്ന് KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S ദിലീപ്. UDF അധികാരത്തിൽ വന്നാൽ ജീവനക്കാർക്കായി വിസ്മയം തീർക്കുമെന്നായിരുന്നു വാഗ്ദാനമെന്നും കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ലെങ്കിലും ഭരണാനുകൂലികൾ മറുപടി പറഞ്ഞാൽ മതിയെന്നും S ദിലീപ്. മലമ്പുഴ ഉദ്യാന നവീകരണം വലിയ വീഴ്ചയുണ്ടായതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പദ്ധതിയിൽ അലംഭാവം തുടർന്നാൽ സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി. മലമ്പുഴ ഉദ്യാനം അടഞ്ഞുകിടന്നതോടെ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായും കേന്ദ്രമന്ത്രി. കുളപ്പള്ളി ഷൊർണൂർ പാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വ്യാപാരികൾ ജനകീയ പ്രതിഷേധത്തിനൊരുങ്ങി. കഴിഞ്ഞ 8 വർഷത്തോളമായി പാതയുടെ തകർച്ച തുടരുന്നു. പാതയുടെ ദുരവസ്ഥ കാരണം വ്യാപാര മേഖലയെയും ഇൻഡസ്ട്രിയൽ മേഖലയെയും ബാധിക്കുന്നുണ്ടെന്ന് വ്യാപാരി നേതാക്കൾ. ഓഗസ്റ്റ് 21-ന് ഷൊർണൂർ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് കുളപ്പള്ളി യൂണിറ്റ് വ്യാപാരികൾ.
വിവിധ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേശീയ പ്രക്ഷോഭം. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഷൊർണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തും ശ്രദ്ധ ക്ഷണിക്കൽ ദിനാചരണ പരിപാടി. പ്രക്ഷോഭം സംഘടിപ്പിച്ചത് പെൻഷൻ പരിഷ്കരണം 8ാം ശമ്പള കമ്മീഷന്റെ പരിഗണന വിഷയങ്ങളിൽ ഉൾപ്പെടുത്തണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച്. നാടെങ്ങും പൂവിളികൾ. മലയാളക്കരയിൽ ഓണാഘോഷ പരിപാടികൾ സജീവമാകുന്നു. തിരുവോണത്തിന് ഇനി 6 നാൾ. ഓണച്ചന്തകളും വിപണിയിൽ ഉടൻ സജീവമാകും. ഇത്തവണയും ഓണാഘോഷം കളറാക്കാൻ സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളും രംഗത്ത്. കുടുംബം സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ലോറി ഇടിച്ച വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. വരവൂർ തളി പിലാക്കാട് പാറപ്പുറം തോട്ടുമൂച്ചിക്കൽ വീട്ടിൽ അബ്ദുൾ മുത്തലീബിന്റെ ഭാര്യ 50 വയസ്സുള്ള ഫാത്തിമയാണ് മരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.